ഐഷപ്പറ്റി ഒരു കാര്യം തെളിയിച്ചു, കൊട്ടാരക്കര മണ്ഡലം കോൺഗ്രസിന് പിടിക്കാൻ പറ്റുന്ന ഒന്നാണ്. കാര്യം നേരിയൊരു വ്യത്യാസത്തിൽ. അപ്പം ഇവിടെ നിന്ന് വർക്ക് ചെയ്താൽ ഉറപ്പായിട്ടും അടുത്ത തവണ നേടിയെടുക്കാൻ കഴിയും UDF-നെ. ഉറപ്പായിട്ടും എല്ലാവരും ഒന്നിച്ചങ്ങോട്ട് നിന്ന് നല്ല രീതി ജനങ്ങളിലേക്ക് ഇറങ്ങണം, ജനങ്ങളോട് ഇടപെടണം. അവരാണ് വലിയ ആൾക്കാർ. അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുക, അവരോടൊപ്പം നിൽക്കുകയും അവരുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്താൽ ഉറപ്പായിട്ടും നല്ല മാറ്റമുണ്ട്. അങ്ങനെയാണല്ലോ ഇവിടെ മാറ്റം പണ്ടുണ്ടാക്കിയത്. പണ്ട് CPM-ന് അങ്ങോട്ട് കയറാൻ പറ്റാത്ത മണ്ഡലമായിരുന്നില്ലേ? ജില്ലാ പഞ്ചായത്തിലൊക്കെ കഷ്ടിച്ച് ജയിപ്പിച്ചു വിട്ടു എല്ലാവരും കൂടെ. പിന്നീട് ആ പ്രവർത്തനത്തിൽ കൂടെ ജനങ്ങൾ ഭൂരിപക്ഷം തന്നു, അവസരം ആ പാർട്ടി തന്നു, ഇപ്പം ഈ പാർട്ടി തന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് പറ്റാവുന്ന പെർഫോമൻസ് നടത്തി. പക്ഷെ ജനം ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും പൊതുപ്രവർത്തന രംഗത്ത് ഇനിയുണ്ടാകും. കഴിഞ്ഞ ദിവസം DCC പ്രസിഡന്റിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഷപ്പോറ്റി ഞങ്ങളുടെ സ്വന്തം ആളാണ്, വേണ്ടുന്ന അക്കോമഡേഷൻ നൽകുമെന്നുള്ളൊരു കാര്യമാണ് DCC പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിനൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ വളരെ കാര്യമായിട്ട് ഇരുന്നപ്പോൾ അദ്ദേഹം ഭയങ്കര ഡെസ്പായിട്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാരമില്ല, നമ്മൾ ചെറിയതിനല്ലേ എന്ന്. അപ്പോൾ എല്ലാവർക്കും എന്നെക്കാളും സങ്കടമാണ് കോൺഗ്രസിലുള്ളവർക്കും UDF-ലുള്ളവർക്കും. ഇന്ന് നിരന്തരം ഇവിടെ ആൾക്കാരും വന്നിട്ട് വലിയ സങ്കടമാണ് അവർ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷ അത് കൂടുതൽ നന്നായിട്ട് പ്രവർത്തിക്കാനുള്ളൊരു എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിലേ കുറച്ചുകൂടി ബെറ്റർ ആവാനായിട്ടുള്ള ഒരു ലക്ഷണമാണത് കണ്ടിട്ട്. CPM ഒഴിവാക്കിയതുപോലെ ഒരു ഒഴിവാക്കൽ എന്തായാലും ഉണ്ടാകില്ല എന്നുള്ളതല്ലേ അവരുടെ ഈ ചേർത്ത് നിർത്തൽ? എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത്. CPM എന്നോട് അങ്ങനെ ചെയ്യരുതായിരുന്നു. ഞാൻ പക്ഷേ എനിക്ക് ഈ സുധാകരൻ സാബൊക്കെ പറയുന്ന പോലെ അതിനെ പറഞ്ഞ് എങ്ങനെയാണ് പ്രതിഫലിപ്പിക്കേണ്ടത് എന്നുള്ള അത്രയും ഒരു ഭാഷയൊന്നും അറിയില്ലായിരുന്നു. അപ്പം എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചു എന്നങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ആക്ച്വലി മാനസികമായിട്ട് വർഷങ്ങൾ കുറേ നാളുകൊണ്ട് ഞാൻ പറയുന്നുണ്ട്, എന്നെ ഇങ്ങനെ അവഗണിച്ചാൽ ഞാൻ ഇനി ഒരു പ്രവർത്തനത്തിനും അങ്ങനെയാണ് ഞാൻ പോവാതായത്. അല്ലാണ്ട് പങ്കെടുക്കാത്തതുകൊണ്ട് ഒഴിവാക്കി എന്നല്ലേ അവർ പറഞ്ഞു. പങ്കെടുക്കാത്തതിൻ്റെ കാരണം അന്നേ പറയുന്നത് ഫോണിലൂടെ പറഞ്ഞുള്ളൂ. ഞാൻ പത്രക്കാരോട് പറഞ്ഞില്ല, നാട്ടുകാരോട് പറഞ്ഞില്ല. ഇതുപോലെ തിരുത്തൽ ശക്തികളായി പുറത്തേക്ക് വന്ന ശക്തമായ നേതാക്കൾ 4 പേരായിരുന്നു. അതിൽ 3 പേര് UDF ടിക്കറ്റിൽ നിന്ന് വിജയം, അതായത് 3 സഖാക്കന്മാർ UDF-ന്റെ ഒപ്പം നിന്ന് വിജയിച്ചിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര സന്തോഷം. അതില് നമ്മൾ ചെറിയ മാർജിൻ തോറ്റു, എന്നാലും ആയിക്കോട്ടെ, നമ്മൾ തുടങ്ങിയതൊരു കാര്യം നല്ലപോലെ മനുഷ്യർ റിയലൈസ് ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അങ്ങനെ. അതുകൊണ്ട് അതൊരു വലിയ കാരണമായിരിക്കും. അത് മൊത്തത്തിലൊരു നല്ല കാരണമായിട്ടുണ്ടാവും. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ അല്ലെങ്കിലും ഇരുന്നിട്ടുള്ള ആളാണ്. ഇനി വരട്ടെ, പുതിയ ആൾക്കാർ നല്ലതായിട്ട് വരട്ടെ. സുധാകർ സാബു എന്നെക്കാൾ എത്രയോ പ്രാവശ്യം ഇരുന്നിട്ട്. അതല്ല, നമുക്കൊരു തിരുത്തലിന് തുടങ്ങിയെങ്കിൽ അങ്ങനെ ആൾക്കാർ വിചാരിക്കുന്നുണ്ട്. എനിക്ക് സന്തോഷം. കാരണം ഒരിക്കലും അടിമയായിട്ട് ഒരിടത്തും ഇരിക്കരുത്. ആർക്കും ഒരു സ്പേസ് ഇല്ലാതെ വരരുത്. എല്ലാവരെയും ചേർത്ത് നിർത്തി വേണം പോകാൻ.